നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കൊടിസുനിയുടെ പരോൾ വിവാദമാക്കേണ്ടതില്ലെന്ന് അമ്മ NK പുഷ്പയും സഹോദരി സുജിനയും പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറത്തിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കഴിഞ്ഞ 6 വർഷമായി സുനിക്ക് പരോൾ ലഭിച്ചിട്ടില്ല. പരോൾ ലഭിച്ചത് നിയമപരമായാണ്. TP കേസിലെ പല പ്രതികൾക്കും നേരത്തെ പരോൾ ലഭിച്ചിട്ടുണ്ടെന്നും സുനിയും പരോളിന് അർഹനാണെന്നും അമ്മയും സഹോദരിയും പറഞ്ഞു. RMP നേതാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിക്ക് കഴിഞ്ഞ ദിവസമാണ് പരോൾ ലഭിച്ചത്. സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 30 ദിവസം പരോൾ അനുവദിച്ചത്. 6 വർഷത്തിനു ശേഷമാണ് പരോൾ ലഭിച്ചത്. പരോൾ കിട്ടിയ സുനി ഡിസംബർ 28-ന് മലപ്പുറത്തെ തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. നേരത്തെ പരോൾ ലഭിച്ചപ്പോഴെല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നൽകരുതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഇതിലെ മനുഷ്യാവകാശ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അമ്മ അപേക്ഷ നൽകിയത്. ഇത് അംഗീകരിച്ചാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇതായിട്ടില്ല. അത് 6 വർഷം കിട്ടാതെ കൊണ്ട് ഞാനിങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്ത് സമർപ്പിച്ച് അപ്പോൾ പരോള് ലഭിച്ചു. അവസാനമാണ് അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് പരോള് ലഭിച്ചത്. അപ്പോൾ ഏതൊരു തടവുകാർക്കുള്ള ഒരു ആനുകൂല്യല്ലേ പരോള്. അതിപ്പോൾ കോവിഡ് കാലത്ത് പോലും ഈ പരോള് കിട്ടുക, പുറത്തിറങ്ങുക ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 6 വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ല. അപ്പോൾ അത് റദ്ദാക്കണം, എന്തിൻ്റെ കാര്യത്തിലാണ് പരോള് കൊടുത്തതെന്നുള്ളൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും അങ്ങനെ കാണാം, അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ്. അസുഖമായിട്ട് അധികം നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാളാണ് അമ്മ. ഇപ്പോൾ വാർത്താ ചാനലിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഈ 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കും ഉള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനും കിട്ടേണ്ടതല്ലേ. സുനിക്ക് പരോൾ നൽകിയത് അസാധാരണ സംഭവമാണെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര MLA-യുമായ KK രമ ആരോപിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.